السلام عليكم ورحمة الله. كيف حالكم؟ زين الحمد لله. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിക്കാൻ പോവാണ്. എന്താണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്? റിഹ്ലത്തുൻ ഇല തുറാസ്. ഇതിൽ നമുക്ക് 4 ടോപ്പിക് പഠിക്കാനുണ്ട്. ഫുർസത്തുൻ ദഹബിയ, ഹുൽമു വലദ്, ലഹ്ലാത്തുൻ ജമീല, ജന്നത്തു ദുനിയ. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ജാസിർ എന്ന് പറയുന്ന കുട്ടിയെ പരിചയപ്പെടാം. ജാസിർ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന്റെ ചിത്രങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. അവന്റെ കയ്യിൽ ചിത്രങ്ങളുടെ ഒരു ആൽബം തന്നെ ഉണ്ട്. പ്രധാനമായും ഇന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങള്, പൈതൃകങ്ങളൊക്കെ ആൽബത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ആൽബം നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പേജ് നമ്പർ 28, 29 പേജ് എടുത്താൽ നമുക്ക് കാണാം. നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിയ താജ്മഹല്, കുത്തബ് മിനാർ, ചാർമിനാർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ ചേരമാൻ മോസ്ക്, പാർലമെന്റ് മന്ദിരം, ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലേ? ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മൾ കണ്ടു. വീഡിയോയിൽ ചെറിയ വിവരണം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരും കേട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാം. അതിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആര് നിർമ്മിച്ചു, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കി എഴുതിയെടുക്കാനും കൂടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നുകൂടെ കാണുക. അതിനുശേഷം നമുക്ക് ഫുർസത്തുൽ ദഹബിയ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഇത്. ക്രിസ്തുവർഷം 629 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ മാലിക് ബിനു ദീനാറും സംഘവും ഇന്ത്യയിലെത്തിയത് കൊടുങ്ങല്ലൂരിലായിരുന്നു. അന്നത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ അവരെ ആദരപൂർവം വരവേറ്റു. അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടുകൂടി മാലിക് ബിൻ ദീനാർ പണി കഴിച്ചതാണ് ചേരമാൻ ജുമാ മസ്ജിദ്. കുത്തുബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാറാണ് കുത്തുബ് മിനാർ. 72 മീറ്ററിലധികം ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുവാൻ 399 പടികളുണ്ട്. 5 നിലകളിലുള്ള ഇതിന്റെ താഴെ തട്ടിന്റെ വ്യാസം 14.3 മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. അൽ മസ്ജിദുൽ ജാമിഅ ബി ഡൽഹി ജുമാ മസ്ജിദ് ദില്ലിയിലെ ചാന്ദിനി ചൌക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. 1644-56 കാലഘട്ടത്തിൽ മുഗൾ രാജാവ് ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. അൽ ഖൽഅത്തുൽ ഹംറാ ചെങ്കോട്ട 17ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ചെങ്കോട്ട. ചുവന്ന കല്ലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇതിന് ചെങ്കോട്ട എന്ന് പേര് വന്നത്. മുഗൾ ഭരണാധികാരികളുടെ ആസ്ഥാനമായി ഈ കോട്ട നിലകൊണ്ടു. മബ്നൽ ബർലമാനുൽ ഹിന്ദി ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ബ്രിട്ടീഷ് ഭരണകാലത്ത് 1921 നിർമ്മാണമാരംഭിച്ച് 1927 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഛത്രപതി ശിവാജി ടെർമിനസ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ 1878 നിർമ്മാണമാരംഭിച്ച് 10 വർഷം കൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയോടുള്ള ബഹുമാനാർത്ഥം വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. 1996 ഇതിന്റെ പേര് ഛത്രപതി ശിവാജി ടെർമിനസ് എന്നാക്കി മാറ്റുകയായിരുന്നു. താജ്മഹൽ ആഗ്രയിലെ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കു വേണ്ടി നിർമ്മിച്ചതാണ് ഇത്. പൂർണ്ണമായും വെള്ള മാർബിളിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. 22 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. താജ്മഹൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇന്ത്യ ഗേറ്റ്
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യാ ഗേറ്റ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി 1931 ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിന്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ലോട്ടസ് ടെമ്പിൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു മനോഹരമായ ക്ഷേത്രമാണ് ലോട്ടസ് ടെമ്പിൾ. ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിച്ചു വരുന്നു. 1986 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ചാർമിനാർ 1591 ഹൈദരാബാദിൽ നിന്നും പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ചാർമിനാർ. 4 മിനാരങ്ങളുള്ളതുകൊണ്ടാണ് ഇതിന് ചാർമിനാർ എന്ന് പേര് വന്നത്. ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ ഉൾപ്പെട്ട ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി. 1571 മുഗൾ ഭരണാധികാരി അക്ബർ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത്. ലോട്ടസ് മഹൽ കർണാടക സംസ്ഥാനത്തിലെ ഹംപിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താമര പോലെയുള്ള ഘടന കൊണ്ടാണ് ഇതിന് ലോട്ടസ് മഹൽ എന്ന് പേര് വന്നത്. വിജയനഗര രാജവംശത്തിലെ രാജകീയ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഇത്. മൈസൂർ കൊട്ടാരം കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. മൈസൂർ ഭരിച്ചിരുന്ന വോഡയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. 1912 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ, സ്മാരകങ്ങൾ എല്ലാം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു, ആരാ നിർമ്മിച്ചത്, ഇങ്ങനെ പ്രധാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കേട്ട് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഫുർസത്ത് ദഹബിയ്യ എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കിയാലോ. ഫുർസത്ത് എന്ന് എന്താണ്? അവസരം അല്ലേ, ചാൻസ്. ദഹബ് പറഞ്ഞാലോ സ്വർണം അല്ലെ, സുവർണാവസരം അല്ലേ, ഗോൾഡൻ ചാൻസ് എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം അറബി ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. മിനൽ ആശിരി ഇല താസി അശറ അഗസ്തസ് സിയാറത്തു അൽ മസ്ജിദിൽ ജാമി ബിദൽഹി വ അൽ ഖൽഅത്തുൽ ഹംറാ മൻളറു താജ്മഹൽ ഫിൽ ലൈലത്തിൽ മുഖ്മിറ മുശാഹദത്തു ബർനാമജി യൗമിൽ ഇസ്തിഖ്ലാൽ അസ്സഫറു ഫി അൽ ഖിതാർ ഫുർസത്തുൻ ലിമുശാറകത്തിൽ ലൗസിയാ ലിമസീദ് മിനൽ മഅലൂമാതി യുർജൽ ഇത്തിസാൽ അല റഖമി 19698900003 അമീൻ മുൻതദ അത്തുറാസ്. ഇത്രയാണ് നമ്മളെ നോട്ടീസിലുള്ളത് അല്ലേ. എന്താണ് അതിൽ പറയുന്നത്? പല വാക്കുകളും അറബി വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആഷിറൊക്കെ പഠിച്ചതല്ലേ. മിനൽ ആഷിർ ഇല താസി അഷറ അഗസ്തസ്. അഗസ്തസ് അറിയില്ലേ, ഓഗസ്റ്റ് മാസം അല്ലേ. ഓഗസ്റ്റ് 10 മുതൽ 19 വരെ എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? സിയാറത്തുൽ മസ്ജിദുൽ ജാമി ബിദൽഹി വ അൽ ഖൽഅത്തുൽ ഹംറാ. ഡൽഹിയിലെ ജുമാ മസ്ജിദും അതുപോലെ ചെങ്കോട്ടയും കാണാനുള്ള അവസരമുണ്ട് അല്ലെ, അത് സന്ദർശിക്കുന്നുണ്ട് എന്നാണ് സിയാറത്ത്, സന്ദർശനം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മൻളർ താജ്മഹൽ ഫിൽ ലൈലത്തിൽ മുഖ്മിറ. നല്ല ചന്ദ്രനുള്ള രാത്രി, നിലാവുള്ള രാത്രിയിൽ താജ്മഹലിന്റെ കാഴ്ച കാണാനുണ്ട് എന്നാണ്. മൻളറിനെ കാഴ്ച അല്ലെ, താജ്മഹൽ കാണാം. ഫിൽ ലൈലത്തിൽ മുഖ്മിറ, ഖമറുള്ള രാത്രി അല്ലെ, ഖമർ പഠിച്ചല്ലേ. മുഷാഹദത്ത് ബർനാമജി യൗമിൽ ഇസ്തിഖ്ലാൽ. യൗമിൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം അല്ലെ. സ്വാതന്ത്ര്യദിന പ്രോഗ്രാമും കാണാനും അവസരമുണ്ട് എന്നാണ്. മുഷാഹദത്ത് എന്താണ്? കാഴ്ചയാണ് അല്ലെ, കാണല്. പിന്നെ അസഫർ ഫിൽ ഖിത്താർ, അവിടേക്കുള്ള യാത്ര എങ്ങനെയാണ്? ട്രെയിനിലാണ്. സഫർ ഫിൽ ഖിത്താർ. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? അവസാനത്തെ കാര്യം
ഫുർസത്തുൻ ലി മുഷാറകത്തിൽ ഔസിയാൻ, ഇതിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തമുണ്ട്, രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം എന്നുള്ളതാണ്. രക്ഷിതാക്കൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട് എന്നാണ്. ഇനി നമുക്ക് അവസാനം പറഞ്ഞ എന്താണ് നോട്ടീസിന്റെ ഒരു കുറിപ്പായിട്ട് അവസാനം തന്നിട്ടുള്ളത്, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ലി മസീദി മിനൽ മാലൂമാത്ത്, കൂടുതൽ വിവരങ്ങൾക്ക് യുർജ അൽ ഇത്തിസാൽ, നിങ്ങൾ കോൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം അല്ലെ, പ്രതീക്ഷിക്കുന്നു. അൽ ഇത്തിസാൽ കോൾ പ്രതീക്ഷിക്കുന്നു. അൽ റഖമി നമ്പറിൽ അല്ലെ, നമ്പർ തന്നിട്ടുണ്ട് 1968989003 ഈ നമ്പറിൽ വിളിക്കുക. അതുപോലെ അവസാനം അമീനു മുൻതദ തുറാസ്, അമീൻ എന്ന സെക്രട്ടറിയാണ് അല്ലെ, ഈ പൈതൃക ക്ലബിന്റെ സെക്രട്ടറിയാണ്, ഹെറിറ്റേജ് ഫോം സെക്രട്ടറി എന്നൊക്കെ പറയാം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ടീസിൽ ഉള്ളത് അല്ലെ. ഇനി നിങ്ങൾ ആ കാര്യം കൂടെ നന്നായിട്ട് മനസ്സിലാക്കുക, നല്ലപോലെ വായിക്കുക, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവസാനമായിട്ട് നമുക്ക് കാണാം, ഖറഅ ജാസിറുൻ അൽ ഇഅ്ലാന വറഗിബ ഫി മുശാറകത്തി അർരിഹ്ല വഫി ത്വരീഖിഹി ഇലൽ ബൈത്തി തഹദ്ദസ മഅ സ്വദീഖിഹി അനി റിഹ്ല. ജാസിർ ഈ പരസ്യം, ഈ നോട്ടീസ് വായിച്ചു. റഗിബ ഫി മുഷാറക്കത്തി റിഹില, അവന് ഈ ട്രിപ്പിൽ യാത്രയിൽ പങ്കെടുക്കാൻ വളരെയധികം ആഗ്രഹിച്ചു. വഫി ത്വരീഖിഹി ഇലൽ ബൈത്ത്, അവനെ വീട്ടിലേക്കുള്ള വഴിയിൽ തഹദ്ദസമായ സ്വദീഖിഹി, അവൻ്റെ കൂട്ടുകാരനോടൊന്നിച്ച് അവൻ സംസാരിച്ചു. അനി റിഹില, ഈ ട്രിപ്പിനെ സംബന്ധിച്ച്. അതൊരു സംഭാഷണമായിട്ട് ഇനി നമുക്ക് തയ്യാറാക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തയ്യാറാക്കാം. അടുത്ത പേജിൽ കാണാം, നുലാഹിദു അൽ ഇഅ്ലാന വ നുകമ്മിലു അൽ ഹിവാർ. അപ്പോൾ നമുക്ക് ആ സംഭാഷണം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, ജാസിറും അവൻ്റെ കൂട്ടുകാരൻ മാജിദും തമ്മിൽ എന്തൊക്കെ സംഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അസ്സലാമു അലൈക്കും.